പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയൈ എന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമായ റേഡിയോ ആക്ടിവിറ്റി എന്ന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിൽ ന്യൂക്ലിയൈ, ഒരു ന്യൂക്ലിയർ ഐസോട്ടോപ്പ്, ആ ന്യൂക്ലിയർ ഐസോട്ടോപ്പ് ബൈൻഡിങ് എനർജി, മാസ് ഡിഫക്റ്റ്, ഐസോട്ടോപ്പ്, ഐസോബാർ, ന്യൂക്ലിയർ സൈസ്, ന്യൂക്ലിയർ ഡെൻസിറ്റി തുടങ്ങിയ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അല്ലെങ്കിൽ ഇനി ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം റേഡിയോ ആക്ടിവിറ്റി എന്നൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഡിയോ ആക്ടിവിറ്റി ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ട ഒരു ടേമാണ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന്, യുറേനിയം പോലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് റേഡിയേഷൻസ്, റേഡിയേഷൻസ് തുടർച്ചയായി പുറപ്പെടുന്ന, എമിറ്റ് ചെയ്തുകൊണ്ടുവന്ന പ്രോസസ്സിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ ദ ഫിനോമിന ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻസ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് റേഡിയേഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യണം. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഒരു യുറേനിയം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ റേഡിയോ ആക്റ്റീവ് എലമെന്റ് നിന്ന് റേഡിയേഷൻസ് ഇങ്ങനെ വെറുതെ പുറത്തു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ട്രിഗർ ചെയ്യാതെ, നമ്മളൊരു പ്രോസസ് ഒന്നും നമ്മളൊരു ഒന്നിനെ കൊണ്ട് ടാർഗറ്റ് അതിനെ ഇടിപ്പിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും അല്ല നമ്മൾ റേഡിയേഷൻസ് വരുന്നത്, വെറുതെ റേഡിയേഷൻസ് പുറത്തു പോകണം. അപ്പോഴാണ് ഇതിനെ റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. It was discovered by Henry Becquerel in 1896. ഹെൻറി ബെക്കറൽ ആണ് ഇത് കണ്ടുപിടിച്ചത്. നമ്മൾ അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി എന്നുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ നമ്മൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ആക്ടിവിറ്റി, അതിന്റെ യൂണിറ്റും നമ്മളെ BQ, ബെക്കറൽ എന്നാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്, ഇയാളെ ബഹുമാനാർത്ഥം. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്താണ് എന്നുള്ള പറഞ്ഞു. റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന റേഡിയേഷൻസ് ഇങ്ങനെ പുറത്തു പോവുക, ഇതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. റേഡിയേഷൻസ് എമിറ്റഡ് ബൈ എ റേഡിയോ ആക്റ്റീവ് എലമെന്റ്. ഇങ്ങനെ റേഡിയേഷൻസ് പോവാന്ന് പറഞ്ഞാൽ ഏതൊക്കെ റേഡിയേഷൻസ് ആണ് പോകുന്നത്? The 3 types of radiations are emitted by a radioactive element. സാധാരണഗതിയിൽ 3 തരം റേഡിയേഷൻസ് ആണ് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്ന് പോവുക. ഒന്ന് ആൽഫ റേസ്, മറ്റൊന്ന് ബീറ്റ, മറ്റൊന്ന് ഗാമ റേസ്. അപ്പോൾ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് സാധാരണഗതിയിൽ 3 തരം റേഡിയേഷൻസ് ആണ് പോകാറുള്ളത്. 3 കൂടി ഒന്നിച്ച് പോകണം നിർബന്ധമില്ല. ചിലപ്പോൾ ആൽഫവും, ചിലപ്പോൾ ബീറ്റ പോലെ, ചിലപ്പോൾ ഗാമ ഒക്കെ പോകും. അങ്ങനെ 3 തരം റേഡിയേഷൻസ് ആണ് ആകെ ഉള്ളത്: ആൽഫ, ബീറ്റ, ഗാമ. നമുക്കവിടെ ഒരു ചിത്രത്തിൽ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാണാം. ഒരു ലെഡ് ബ്ലോക്കിന്റെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തു, അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തു പോകുന്നുണ്ട്. ആ റേഡിയേഷൻസ് പുറത്തു പോകുന്നത് അവിടെ നമ്മൾ ഇലക്ട്രോ ഫീൽഡ് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വന്നു. നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ റേഡിയേഷൻസ് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ്. അപ്പോൾ ആൽഫക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്. മറ്റൊന്ന് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്കാണ് ബീറ്റ് വരുന്നത്. പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്ത് വരണമെങ്കിൽ ബീറ്റിന്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. മറ്റേതൊന്ന് ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ നേരെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അതിന് ചാർജ് ഒന്നും ഇല്ല, ന്യൂട്രൽ ആണ്. അപ്പൊ ഇങ്ങനെ 3 തരം റേഡിയേഷൻസ് ഉള്ളത്: ആൽഫ, ബീറ്റ, ഗാമ. നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട് ഒരു വട്ടം. ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിന്റെ 2 പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എഴുതാൻ കഴിയണം. നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രം തന്നെയാണ്. നമ്മൾ ലെഡ് ബ്ലോക്ക് എടുത്തു, അതിന്റെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്തു. എന്തുകൊണ്ടാണ് ലെഡ് ബ്ലോക്ക് എടുക്കുന്നത്? കാരണം റേഡിയേഷൻസ് ലെഡ് കടത്തി വിടൂല. അപ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോളിലൂടെ മാത്രമേ റേഡിയേഷൻസ് പുറത്തു പോകുള്ളൂ. ബാക്കിയുള്ള സൈഡിൽ കൂടെ ഒന്നും റേഡിയേഷൻസ് പോകില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം റേഡിയേഷൻസ് പോകും. ആ റേഡിയേഷൻസ് പോകുന്ന വഴിയിൽ നമ്മൾ ഇലക്ട്രിക്കലി ചാർജ്ഡ് പ്ലേറ്റ് കൊടുത്തു. അപ്പോൾ ഒന്ന് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വന്നു, മറ്റൊന്ന് നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്കും വന്നു. എന്നിട്ട് ഫോട്ടോഗ്രാഫി ഫിലിമിലേക്ക് വരുമ്പോൾ അത് നമുക്ക് അതിന്റെ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വരുന്നത് നെഗറ്റീവ് റേഡിയേഷൻസ് ആണ്, ബീറ്റ എന്ന് വിളിച്ചു. നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വരെ പോസിറ്റീവ് റേസ് ആയിരിക്കും, അതിന് ആൽഫ. മറ്റൊന്നിന് നേരെ ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നതിന് ഗാമ. ഇങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ ആൽഫ, ബീറ്റ, ഗാമ 3 തരം റേഡിയേഷൻസ് ഉള്ളത്. ഇവിടെ നമ്മൾ ചിത്രം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇപ്പൊ ഇവിടെ ചിത്രത്തിലും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ ചിത്രത്തിലും അങ്ങനെ തന്നെയാണ്. ആൽഫയാണോ ഗാമയാണോ, ആൽഫയാണോ ബീറ്റയാണോ വേഗം തീരണത്, പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യണത്?
ബീറ്റയാണ് അല്ലെ. ഈ ചിത്രത്തിൽ ഏകദേശം തുല്യമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നോക്കിയാലും കാണാൻ പറ്റും ആൽഫന്റെ മുമ്പ് ബീറ്റന്റെ ബീറ്റക്ക് ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ കാരണം ആൽഫ ബീറ്റിനേക്കാളും മാസീവ് ആണ്, അല്ലെങ്കിൽ ബീറ്റ ലൈറ്റ് മാസ് ആണ്. അപ്പോൾ പെട്ടെന്ന് മാസ് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. ബീറ്റിന്റെ മാസ് ആൽഫിനേക്കാളും കുറവാണ് എന്ന് ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവും. ഇവിടെ ചിത്രത്തിലും അത് കാണുന്നുണ്ട്, ബീറ്റയാണ് നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ആൽഫിനേക്കാളും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്കൂ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിത്രത്തിൽ കാണാം, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ന്യൂക്ലിയോൺ ആണ് എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി ചേർന്ന ഒരു സാധനമാണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ്. ഹീലിയം ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമുക്കറിയാം ഹീലിയം 2 4 ആണ്. ഹീലിയത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇപ്പം എന്താ ഉണ്ടാവുക, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും. അതിന് തുല്യമാണ് ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി ചേർന്ന ഒരു സാധനം, അതിനാണ് ആൽഫ എന്ന് വിളിക്കുക. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഈക്വൽ ആണ്, യെല്ലോ കളറിലൂടെ കാണിച്ചിട്ടുണ്ട്. ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പോ പിന്നെ മറ്റൊരു ചിത്രത്തിലും കൂടെ കാണാൻ പറ്റും, ആൽഫയും ബീറ്റയും ഗാമയും നമ്മൾ പിന്നെ ഡിഫറെന്റ് മെറ്റീരിയലിലൂടെ കടത്തി വിടുമ്പോൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഗാമയാണ് അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെയും അലൂമിനിയത്തിൽ കൂടെ ഒക്കെ കടന്നു പോകും. ബീറ്റ ആണെങ്കിൽ നമ്മുടെ ബോഡിയിലൂടെ കടന്നു പോകും, പക്ഷെ അലൂമിനിയത്തിൽ കൂടെ ഒന്നും കടന്നു പോകാൻ കഴിയണില്ല. ആൽഫ നമ്മളെ ബോഡി തന്നെ അതിനെ തടഞ്ഞു നിർത്തും. അപ്പൊ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ, പെനിട്രേറ്റ് ചെയ്യാൻ ആർക്കാ കഴിയുക, ഗാമക്കാണ്. അല്ലെങ്കിൽ പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കുറവുള്ളത് ആർക്കാണ്, ആൽഫക്കാണ്. ഇതൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. ഒന്ന് ചാർജ് വെച്ചിട്ട് ആൽഫന്റെ ചാർജ് നമ്മൾ പറഞ്ഞു, ആൽഫ ഏത് പ്ലേറ്റിന് എടുത്തുക വരുന്നത്, നെഗറ്റീവ് പ്ലേറ്റിന് എടുത്തുക. അപ്പൊ ആൽഫന്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. മറ്റൊന്ന് ബീറ്റന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഗാമന്റെ ചാർജ് നെഗറ്റീവ്, ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. പിന്നെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഹീലിയം ന്യൂക്ലിയക്ക് ഈക്വൽ ആണ്. ഹീലിയം ന്യൂക്ലിയസ് അല്ലെ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി ചേർന്നാണ് ഒരു ആൽഫ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് ഈക്വൽ ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രോണിന് ഈക്വൽ ആണ് ബീറ്റ. ഗാമ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇനി വെലോസിറ്റി, ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് ഗാമയാണ്, ഏറ്റവും കുറവാണ് ആൽഫക്ക്. വെലോസിറ്റി 1/10 ഓഫ് ലൈറ്റ്. സാധാരണ ഇത് മീഡിയത്തിന്റെ ഡിപ്പെൻഡ് ചെയ്യും എല്ലാം. നമ്മളൊരു വേഗത്തിലൊക്കെ പറയുകയാണെങ്കിൽ വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി ഒരു 1/10 അതാണ് ആൽഫന്റെ വെലോസിറ്റി. എന്നാൽ ബീറ്റന്റെ വെലോസിറ്റി 0.9 ഓഫ് ലൈറ്റ്. സീന്റെ ഒരു 0.9 ഉണ്ട്. ഗാമന്റെ വെലോസിറ്റി ഈക്വൽ ടു ലൈറ്റ്. കാരണം ഗാമ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് സി, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വേവ്. അയണൈസേഷൻ പവർ, അയണൈസ് ചെയ്യാനുള്ള കഴിവ്, ഏറ്റവും കൂടുതൽ ചാർജ് ആർക്കാണുള്ളത്, ആൽഫക്കാണ് അല്ലെ. ആൽഫന്റെ ചാർജ് എത്ര, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കൂടി ചേർന്നിട്ടാണ് ആൽഫ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രോട്ടോണാണ് ചാർജ്, 2 പ്രോട്ടോണിന്റെ ചാർജ്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട് ആൽഫക്ക്. ബീറ്റക്കോ ഒരു നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ, നമുക്ക് ചാർജ് ഇല്ല. അപ്പോൾ അയണൈസേഷൻ പവർ, അയണൈസ് ചെയ്യാനുള്ള കഴിവ്, ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പൊ എയറിലൂടെ കടന്നു പോവാണ്. അപ്പൊ എയറിലൂടെ കടന്നു പോകാൻ എയറിനെ അയോണുകളാക്കി മാറ്റാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അയോണൈസ് ചെയ്യാനുള്ള, അതിനെ അയോണുകളാക്കി മാറ്റാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ അപ്പോൾ ആർക്കായിരിക്കും, ആൽഫക്കായിരിക്കും. കാരണം അതിന് നല്ല ചാർജാണ് കമ്പാരിറ്റീവ്ലി, ഏറ്റവും കൂടുതൽ ചാർജ് ഉള്ളത് ആൽഫക്കാണ്. അപ്പോൾ അയണൈസേഷൻ പവർ ഏറ്റവും കൂടുതലുള്ളത് ആൽഫക്ക്, അതിനേക്കാളും കുറവായിരിക്കും ബീറ്റക്ക്, അതിനേക്കാളും കുറവായിരിക്കും ഗാമക്ക്. ഇനി പെനിട്രേറ്റിംഗ് പവർ, നേരത്തെ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് അത് ആർക്കാണ്, ഗാമക്കാണ്. അപ്പൊ ആൽഫക്ക് കുറവാണ്, അതിനേക്കാളും കൂടുതലാണ് ബീറ്റക്ക്, അതിനേക്കാളും കൂടുതലായിരിക്കും ഗാമക്ക്. ഇനി ഫ്ലൂറസെൻസ്, ഫോട്ടോ പിന്നെ ഗ്രാഫിക് ഫിലിമിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൂറസെൻ ഫിലിമിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലൂറസെൻസ് ഉണ്ടാക്കാനുള്ള കഴിവ് അത് ആർക്കാണുള്ളത്, എല്ലാവർക്കും ഉണ്ട്. ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഫോട്ടോഗ്രാഫി ഫ്ലൈറ്റ് എഫക്റ്റ്. അപ്പൊ പ്രോപ്പർട്ടി ആക്കി എഴുതുമ്പോൾ ഇത് നമുക്ക് പറയണമെന്നില്ല. നമ്മൾ പിന്നെ ചാർജ് പറയാം, അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാം, വെലോസിറ്റി പറയാം, അയണൈസേഷൻ പവർ പറയാം, പെനിട്രേറ്റിംഗ് പവർ ഒക്കെ പറയാം. അപ്പോൾ പിന്നെ ഫ്ലൂറസെൻസ് ഫോട്ടോഗ്രാഫി ഫിലിമിലൊക്കെ എല്ലാം അഫക്റ്റ് ചെയ്യും, എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ഷന് നമ്മൾ ഒരു ആൽഫയും ബീറ്റും ഡിഫ്ലക്ട് ചെയ്യും, കാരണം അതിന് ചാർജ് ഉണ്ട്, ഗാമക്ക് ഡിഫ്ലക്ഷൻ ഇല്ല എന്നുള്ളതാണ്, നോട്ട് ഡിഫ്ലക്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു 2-3 പ്രോപ്പർട്ടി വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ചാർജിനെ പറ്റി നമുക്ക് ഓർമ്മ ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ എന്തിന് ഈക്വൽ ആണ്, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അയണൈസേഷൻ പവറും പെനിട്രേറ്റിംഗ് പവറും, അത് അപ്പോൾ 4 സുഖമായിട്ട് ഓർത്ത് നോക്കാൻ പറ്റും. ചാർജ് ആൽഫന്റെ പോസിറ്റീവ്, ബീറ്റക്ക് നെഗറ്റീവ്, ഗാമക്ക് ചാർജ് ഇല്ല, ഈക്വൽ ടു എന്തിനാണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിന്, ബീറ്റ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, ഗാമ എന്ന് പറഞ്ഞാൽ റേഡിയേഷന്. പിന്നെ അതേപോലെ തന്നെ അയണൈസേഷൻ പവർ ഏറ്റവും കൂടുതൽ ആൽഫ, പിന്നെ ബീറ്റ, പിന്നെ ഏറ്റവും കുറവാണ് ഗാമ. പെനിട്രേറ്റിംഗ് പവർ നേരെ തിരിച്ച്, ഏറ്റവും കുറവ് ആൽഫ, അതിനേക്കാളും കൂടുതലാണ് ബീറ്റ, അതിനേക്കാളും കൂടുതലാണ്, ഏറ്റവും കൂടുതലാണ് ഗാമ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ,
ഇനി നമ്മൾ ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. റേഡിയോ ആക്റ്റീവിന്റെ ഡീകെനെ കുറച്ച് ലോസ്, നിയമങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോഡിയം റൂദർഫോർഡ്, ഈ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് മീൻസ് ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞല്ലോ, പ്രോപ്പർട്ടീസ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തൊക്കെ റൂദർഫോർഡ് ആണ്. ഈ റൂദർഫോർഡും അദ്ദേഹത്തിന്റെ തന്നെ ശിഷ്യനായിട്ടുള്ള സോഡിയം കൂടിയിട്ടാണ് ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ഉണ്ടാക്കുന്നത്. സോഡിയം റൂദർഫോർഡ് ഫോർമുലേറ്റഡ് ദ ഫോളോവിംഗ് ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ. ഒന്നാമത്തത്, റേഡിയോ ആക്റ്റീവ് ഡീകെ ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്, നാച്ചുറലി ഉള്ള പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഉണ്ടായാൽ തന്നെ അതിന് റേഡിയേഷൻസ് ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തല്ലോ, ഡ്യൂറിംഗ് ഡീകെ ഐദർ ആൽഫ ഓർ ബീറ്റ ആർ എമിറ്റഡ്, നെവർ സൈമിൾട്ടേനിയസ്ലി. ഒന്നെങ്കിൽ ആൽഫ എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ ബീറ്റ എമിറ്റ് ചെയ്യും. അല്ലാതെ ആൽഫയും ബീറ്റയും കൂടി ഒരുമിച്ച് ഒരിക്കലും എന്ത് ചെയ്യൂല, എമിറ്റ് ചെയ്യൂല. ഇതാണ് രണ്ടാമത്തെ. വെൻ എ ഗാമ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് ബൈ എ ന്യൂക്ലിയസ്, ഒരു ന്യൂക്ലിയസ് ഗാമ റേഡിയേഷൻസ് പുറത്തു പോകുമ്പോൾ ഇറ്റ്സ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. മാസ് നമ്പറോ ആറ്റോമിക് നമ്പറിലോ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് ആൽഫ അല്ലെങ്കിൽ ബീറ്റ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, നെവർ സൈമിൾട്ടേനിയസ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽഫയും ബീറ്റയും ഒരിക്കലും ഒരുമിച്ച് പോകൂല. പക്ഷെ ആൽഫയും ഗാമയും വേണമെങ്കിൽ പോകട്ടോ, അതേപോലെ ബീറ്റയും ഗാമയും വേണമെങ്കിൽ പോകാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞത് ഓരോ റേഡിയേഷൻസ് പോകുമ്പോൾ എങ്ങനെയാണ് ആറ്റോമിക് നമ്പർ മാസ് നമ്പറും ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറയുന്നത് ഗാമയാണ്. ഗാമ പോയി കഴിഞ്ഞാൽ, ഒരു ന്യൂക്ലിയസിൽ ഗാമ പാർട്ടികൾ പോയി കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പറും മാസ് നമ്പറിലും ചേഞ്ച് വരൂല. ഇനി ആൽഫ പാർട്ടികളാണ് പോകുന്നത് വെച്ചാലോ, പിന്നെ ആൽഫ പാർട്ടികൾ ഈസ് എമിറ്റഡ് ബൈ എ ന്യൂക്ലിയസ്, its atomic number decreases by 2 and mass number decreases by 4. ആൽഫ പോകുമ്പോൾ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൽഫ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഹീലിയം ന്യൂക്ലിയസിന്, അല്ലെ? 2 പ്രോട്ടോണും 2 ന്യൂട്രോണും എന്ന് പറഞ്ഞാൽ ഹീലിയം 2 4 ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആൽഫ പാർട്ടികൾ പോകുമ്പോഴോ ഹീലിയം 2 4 പോയി എന്നാണ് അർത്ഥം, അല്ലെ? അപ്പോൾ അതിന്റെ ആറ്റോമിക് നമ്പർ എത്ര കുറയും? ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്ര? 2. ഹീലിയത്തിന്റെ മാസ് നമ്പർ എത്ര? 4. അപ്പോൾ ആൽഫ പാർട്ടികൾ പോയി കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ക്ലിയർ? മൂന്നാമത്, വെൻ എ ബീറ്റ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ്. ഇനി ഒരു ന്യൂക്ലിയസ് ബീറ്റ ആണ് എമിറ്റ് ചെയ്യുന്നത് വെച്ചാലോ, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഈക്വൽ ആണ്. നമ്മൾ ഓർത്ത് വെക്കണം, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ് ഈക്വൽ. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് ആൽഫ പോകുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ആൻസർ ഇവിടെ പറയാൻ കഴിയില്ല. അവിടെ കുറച്ച് പ്രോസസ്സ് വേറെ നടക്കുന്നുണ്ട്. എന്തൊക്കെ പ്രോസസ്സാണ് നടക്കുന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ബീറ്റ പാർട്ടിക്കിൾ പോകുമ്പോൾ എന്താ സംഭവിക്കുക മാത്രം പറയാം. When a beta particle is emitted by a nucleus, its atomic number is increases by 1 and mass number remains unchanged. Atomic number ഒന്ന് കൂടും, മാസ് നമ്പർ ചേഞ്ച് ഒന്നും ചെയ്യൂല. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ പിന്നെ ആൽഫ ബീറ്റ ഗാമ ഈ 3 റേഡിയേഷൻസും പോകുമ്പോൾ എങ്ങനെയാണ് ചേഞ്ചസ് വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ബീറ്റ പാർട്ടിക്കിൾ പോകുമ്പോൾ ആറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ ചേഞ്ച് ചെയ്യൂല. ഗാമ പാർട്ടികൾ പോകുമ്പോൾ ആറ്റോമിക് നമ്പറും മാസ് നമ്പറിലും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. റേഡിയോ ആക്റ്റീവ് ഡീകെ ലോ നേരത്തെ ഹെഡിങ് എന്തായിരുന്നു? അതും റേഡിയോ ആക്റ്റീവ് ഡീകെ ലോസ് തന്നെ ആയിരുന്നു. സാധാരണഗതി ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നൊക്കെ 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ഇതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടല്ലോ. ഇനി റൈറ്റ് ദ ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറഞ്ഞിട്ട് 3-4 മാർക്കിന് ആ ലോസ് മാത്രം എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒറ്റ ലോ മാത്രം എഴുതിയാൽ മതിയാവില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി എഴുതാൻ പറ്റും. ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നൊക്കെ പറയാൻ പറ്റും നേരത്തുള്ള കാര്യങ്ങൾക്ക്. കാരണം നേരത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ജനറൽ ആയിട്ട് റേഡിയോ ആക്റ്റീവ് ഡീകെന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പിന്നെ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ ചിലപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ലോസ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത്. വെറുതെ റേഡിയോ ആക്റ്റീവ് ഡീകെയിലോ ഒറ്റയ്ക്ക് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് പറയണം? ദ റേറ്റ് ഓഫ്, ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ്. പരീക്ഷയ്ക്ക് ഇതും ചോദിച്ചിട്ടുണ്ട്, വളരെ വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മാർക്ക് ചെയ്യണം. റേഡിയോ ആക്റ്റീവ് ഡീകെയിലോ റൈറ്റ് ദ അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് റേഡിയോ ആക്റ്റീവ് ഡീകെയിലോ റൈറ്റ് ഇസ് മാത്തമാറ്റിക്കൽ ഫോം എന്നോ ഡിറൈവ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഒരു ചെറിയ ഒരു ഡെറിവേഷനും ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു ഡെഫിനിഷനും ഉണ്ട്. ഇവിടെ റേഡിയോ ആക്റ്റീവ് ഡീകെയിലോ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. The rate of disintegration of radioactive sample at any instant is directly proportional to the number of radioactive atoms present in the sample at that instant. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുത്തു. ആ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ റേഡിയേഷൻസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. എത്ര റേഡിയേഷൻസ് ആണ് അതിന് പോവുക, അതിന്റെ റേറ്റ്, ദ റേറ്റ് ഓഫ് ഡീകെ.
റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് റേഡിയേഷൻസ് എമിറ്റഡ് പെർ സെക്കൻഡ്, അതിനാണ് നമ്മൾ റേറ്റ് എന്ന് വിളിക്കുക, ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ റേറ്റ് ഓഫ് ഡീകേ ചെയ്യുന്ന നിരക്ക്, ഈ ഡീകേ ചെയ്യുന്ന നിരക്ക് ദ റേറ്റ് ഓഫ് ഡീകേ അത് എന്തിനു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ സമയത്ത് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസിന് നമ്പർ ഓഫ് ന്യൂക്ലിയസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, നിങ്ങൾ പിന്നെ ഒരു എക്സാമ്പിൾ പറയാം. 1 ഗ്രാം നമ്മൾ പിന്നെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് എടുത്തു, നമ്മൾ വേറൊരാൾ 1 കിലോഗ്രാം റേഡിയോ ആക്റ്റീവ് എലമെന്റ് കൊടുത്തു. അപ്പൊ 1 കിലോഗ്രാം റേഡിയോ ആക്റ്റീവ് എലമെന്റ് നമ്മൾ ഒരേ സാമ്പിള്, ഇപ്പൊ യുറേനിയം ആണെങ്കിൽ യുറേനിയത്തിന് 1 കിലോഗ്രാം കൊടുത്തു, യുറേനിയത്തിന് 1 ഗ്രാം കൊടുത്തു. രണ്ടിന്നും റേഡിയേഷൻസ് പോകുന്നുണ്ടാവും. രണ്ടിന്നും പോകുന്ന റേഡിയേഷൻസ് അളവ് തുല്യമായിരിക്കും? അല്ല. എത്ര ഒരു സെക്കൻഡിൽ എത്ര റേഡിയേഷൻസ് പോകും? എത്ര റേഡിയേഷൻസ് പോകും എന്നുള്ളത് അതിന്റെ അപ്പുള്ള നമ്പർ ഓഫ് ആറ്റംസിന് ഈക്വൽ ആയിരിക്കും. 1 കിലോഗ്രാം കൊടുക്കുമ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് വളരെ കൂടുതലാണ് അല്ലെ? കമ്പാരിറ്റീവ്ലി 1 ഗ്രാം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ്. അപ്പൊ അതിനുള്ള റേഡിയേഷൻസും വളരെ കൂടുതലായിരിക്കും. ഇനി അതിന്റെ പിന്നെ റേഡിയേഷൻസ് ഇങ്ങനെ പോയി അതിന്റെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ 1/2 കിലോഗ്രാം ആയിട്ട് മാറി. അങ്ങനെ 500 ഗ്രാം ആയിട്ട് മാറുമ്പോൾ നേരത്തെ 1 കിലോഗ്രാം ആകുമ്പോൾ ഒരു സെക്കൻഡിൽ പോകുന്ന റേഡിയേഷൻസിന്റെ എണ്ണം ഇപ്പൊ 1/2 കിലോഗ്രാം ആയി. അപ്പോൾ പോകുന്ന റേഡിയേഷന്റെ എണ്ണം തുല്യമായിരിക്കും? അല്ല. അതായത് ഒരു സമയത്തുള്ള എത്ര റേഡിയേഷൻസ് ആണ് പോകുന്നത്, റേഡിയേഷൻസ് എമിറ്റഡ് പെർ സെക്കൻഡ്, അത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ ആ സമയത്തുള്ള നമ്പർ ഓഫ് ആറ്റംസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്പർ ഓഫ് ആറ്റംസ് ആയി നമ്പർ ഓഫ് ന്യൂക്ലിയൈ രണ്ടും പറയാൻ പറ്റും. കാരണം ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയൈ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ റേറ്റ് ഓഫ് ഡീകേ ചെയ്യുന്ന നിരക്ക്, ഡിസൻറ്റഗ്രേഷന്റെ നിരക്ക്, ദ റേറ്റ് ഓഫ് ഡീകേ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസൻറ്റഗ്രേഷൻ എന്ന് പറയാം. The rate of disintegration of radioactive sample at any instant, the rate of decay of a radioactive element at any time is directly proportional to the number of radioactive atoms present in the sample at that time. ആ സമയത്ത് എത്ര ആറ്റംസ് അതിൽ പ്രസന്റ് ആണോ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ സംഭവം ക്ലിയർ ആണല്ലോ? ഡെഫിനിഷൻ പിന്നെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണേ. The rate of decay of a radioactive element is directly proportional to the number of atoms present in the sample at that time. ഇതാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ. നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു പിന്നെ അസംഷൻ തുടങ്ങാണ്. കൺസിഡർ എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാവിംഗ് N0 ആറ്റംസ് ഇനീഷ്യലി അതിൽ N0 ആറ്റംസ് ഉണ്ട് അറ്റ് T = 0. നമ്മൾ ടൈം തുടങ്ങാണ്. അപ്പൊ ടൈം തുടങ്ങുമ്പോൾ നമ്മൾ സാധനം എടുക്കുന്ന സമയത്ത് അതിൽ N0 ആറ്റംസ് ഉണ്ട് എന്ന് നമ്മൾ കൊടുത്തു. ടൈം 0 എന്നുള്ളതാണ് N0 എന്ന് കൊടുത്തത്. Let n be the number of atoms present after a time t. കുറച്ച് നേരം കഴിയുമ്പോൾ റേഡിയേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു ടി എന്നുള്ള ടൈം കഴിയുമ്പോൾ അതിൽ n നമ്പർ ഓഫ് ആറ്റംസ് ആണ് അതിൽ ബാക്കിയുള്ളത്. അപ്പൊ എത്ര ഡീകേ ചെയ്ത് പോയി? N0 മൈനസ് n ഡീകേ ചെയ്ത് പോയി അല്ലെ? തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? N0 ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയേ ഉള്ളൂ? n ഉള്ളൂ. അപ്പൊ എത്ര പോയിട്ടുണ്ടാവും? N0 മൈനസ് n പോയിട്ടുണ്ടാവും. എത്ര സമയം കൊണ്ട്? ടി എന്നുള്ള ടൈം കൊണ്ട്. ഇപ്പൊ സമയം എത്രയായി? ടി എന്നായി. ആദ്യത്തെ ലൈനും ടി = 0 ആയിരുന്നു. ആദ്യം 0 എന്നുള്ള ടൈമിൽ N0 ആറ്റംസ് ഉണ്ട്. ഇപ്പൊ ടി എന്നുള്ള ടൈം ആയപ്പോ അതിൽ n ആറ്റംസ് ആണ് ബാക്കിയുള്ളത്. n ഡീകേ ചെയ്ത് പോയി എന്നല്ല, n ആണ് ബാക്കിയുള്ളത്. ഓക്കെ. ഇഫ് dn is the number of radioactives undergoing disintegration in dt time, നമ്മൾ അതിന്റെ ഒരു സ്മോൾ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ്, ഒരു dn ആറ്റംസ് ഒരു dt ടൈം കൊണ്ടാണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യാം. ഇഫ് dn നമ്പർ ഓഫ് ആറ്റംസ് undergoing decay in dt time, അങ്ങനെയാണെങ്കിൽ റേറ്റ് എന്ത് വരും? dn/dt എന്ന് വരും അല്ലെ? then the rate of disintegration, the rate of decay are equal to എന്ത് ചെയ്താൻ പറ്റും? മൈനസ് dn/dt. എന്തുകൊണ്ടാണ് മൈനസ് കൊടുത്തത്? മൈനസ് കൊടുക്കാനുള്ള കാരണം ടൈം കൂടുമ്പോൾ n കുറയും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് കൊടുത്തു. സോ റേറ്റ് ഓഫ് ഡീകേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു dn ആറ്റംസ് ഒരു dt ടൈം കൊണ്ട്, ഒരു സ്മോൾ n നമ്പർ ആണ് n. അപ്പൊ dn ആറ്റംസ് ഒരു സ്മോൾ ടൈം ആണ് dt. അപ്പൊ ഒരു സ്മോൾ ടൈം കൊണ്ട് ഡീകേ ചെയ്ത് പോവാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴത്തെ റേറ്റ് എത്ര? അപ്പൊ ആ സമയം നമ്പർ ഓഫ് ആറ്റംസിനെ dt ടൈമും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ റേറ്റ് കിട്ടും. സോ ദ റേറ്റ് ഓഫ് ഡീകേ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ആർ ഈക്വൽ ടു മൈനസ് dn/dt എന്ന് എഴുതാൻ പറ്റും. മൈനസ് കാണിക്കുന്നത് അത് ഒന്ന് ടൈം കൂടുമ്പോൾ n കുറയായിരിക്കും എന്നല്ല. n ഒരു നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ചെയ്യുന്ന സാമ്പിൾ ആണ്. ആ സമയത്തുള്ള നമ്പർ ഓഫ് ടൈം ഇങ്ങനെ കൂടുമ്പോഴോ n വാല്യൂ ഇങ്ങനെ കുറയും അല്ലെ? നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് അൺഡീക്കേഡ് ആയിട്ട് അതിൽ പ്രസന്റ് ചെയ്യുന്ന ആറ്റംസിനാണ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ അക്കോർഡിംഗ് ടു ഡീകേ ലോ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഈ റേറ്റ് ഓഫ് ഡീകേ എന്തിനാ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മൈനസ് dn/dt ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ് റേറ്റ് ഓഫ് ഡീകേ ലോ പറഞ്ഞത്? ദ നമ്പർ ഓഫ് the rate of decay
is directly proportional to the number of atoms present in the sample at that time. അപ്പോൾ minus dn by dt is proportional to the number of atoms present in the sample at that. ആ സമയത്തിൽ എത്ര ആറ്റംസ് പ്രസന്റ് ആണ്? ടി എന്നുള്ള ടൈമിൽ n ആറ്റംസ് ആണ് അതിൽ ബാക്കിയുള്ളത്. സോ മൈനസ് dn by dt is proportional to n എന്ന് കൊടുക്കാൻ പറ്റും. സോ r equal to minus dn by dt equal to a constant into n എന്ന് കൊടുക്കാം. ആ കോൺസ്റ്റന്റ് നമ്മൾ ലാംഡ എന്ന് കൊടുത്തു. സോ ഇക്വേഷൻ ബോക്സിലാക്കി വെക്കുക. The rate of decay, കാരണം ഇക്വേഷൻ ആണ്, rate of decay equal to minus dn by dt equal to lambda n. അപ്പോൾ മൈനസ് dn by dt equal to lambda n വേണേ, സോ അല്ലെങ്കിൽ r equal to lambda n എന്നൊക്കെ പറയാം. The rate of decay, ആ rate of decay ആണ് മൈനസ് dn by dt. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ആറ്റംസ് ആണ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രൊപ്പോർഷണൽ ടു n കൊടുത്തു, പ്രൊപ്പോർഷണൽ സൈൻ ഈക്വൽ ടു സൈൻ കൊണ്ട് മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ r equal to minus dn by dt equal to lambda n, where lambda is a constant called decay constant or disintegration constant. SI യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വരിക, കാരണം ഇക്വേഷനിൽ നോക്കി കഴിഞ്ഞാൽ മൈനസ് ഡി എൻ ബൈ ഡി ടി, എൻ ആർ നമ്പർ ഓഫ് ആറ്റംസ് ആണ്, അപ്പൊ അതിന് യൂണിറ്റ് ഇല്ല. ഡി ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്, ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്, അപ്പൊ അടിയിലാണ് സെക്കൻഡ് വരുന്നത്. ലാംഡ മറ്റേ ഭാഗത്ത് എൻ തന്നെ ഉള്ളൂ, നമ്പർ ഓഫ് ആറ്റംസ് തന്നെ ഉള്ളൂ, അപ്പോൾ ലാംഡയുടെ യൂണിറ്റ് 1/2 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിപ്പോ ഡി കെ ലോന്റെ മാത്തമാറ്റിക്കൽ ഫോം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതുവരെ ഇക്വേഷൻ മൈനസ് ഡി എൻ ബൈ ടി ഈക്വൽ ടു ലാംഡ എൻ, നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. സോ നൗ ഡി എൻ ബൈ ഡി ടി, നേരത്തെ മൈനസ് ഡി എൻ ബൈ ഡി ടി ആണ് ലാംഡ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ നോക്കൂ, ഇക്വേഷൻ നോക്കൂ, ഞാൻ പറയാം. നമ്മൾ പറഞ്ഞത് മൈനസ്, ആ റെഡ് കളറിൽ ഇക്വേഷൻ നോക്കൂ, മൈനസ് ഡി എൻ ബൈ ഡി ടി ഈക്വൽ ടു ലാംഡ എൻ ആണ്. നമ്മൾ ആ മൈനസിനെ നമ്മൾ സമത്തിന് അപ്പുറം കൊണ്ടുപോയി ആ എന്നിനെ ഡി എന്നിന്റെ അടിയിൽ കൊണ്ടുവരിക, ഡി ടിനെ ലാംഡന്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക? ഡി മൈനസ് അങ്ങോട്ട് ഓൾറെഡി പോയി, സോ ഡി എൻ ബൈ ഡി ടി അങ്ങോട്ട് പോയിട്ട് എന്നിന്റെ അടിക്ക് വന്നു. സോ ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് ലാംഡ ഇൻറ്റു ഈ ഡി ടി അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ലാംഡ ഡി ടി എന്ന് വരും അല്ലെ, നമ്മൾ ഇക്വേഷൻ എഴുതി. സോ ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ലാംഡ ഡി ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു ഓൺ ബോത്ത് സൈഡ്, രണ്ട് ഭാഗത്തും ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ളത് പിന്നെ ഒരു പക്ഷേ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ ഡിഫറൻഷിയേഷൻ പഠിച്ചതാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇന്റഗ്രേഷൻ. മാത്രമല്ല പിന്നെ നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇന്റഗ്രേഷൻ നമ്മൾ അന്നേ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു സിമ്പിൾ ഒരു ഇന്റഗ്രേഷൻ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കണുള്ളൂ. സോ ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്, ഇന്റഗ്രേഷൻ ഉള്ളത് ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ് നമ്മൾ പറയുന്നത് n0 to n. ഈ സമത്തിന്റെ ഈ സൈഡിൽ എന്നിലാണ് ഇന്റഗ്രേഷൻ, നമ്പർ ഓഫ് ആറ്റംസ് തുടക്കത്തിൽ n0 ആണ്, ഇപ്പൊ എത്രയാണ്? n ആണ്. ആ ഭാഗത്ത് ഇന്റഗ്രേഷൻ ടൈമിലാണ്, അപ്പൊ തുടക്കത്തിൽ ടൈം 0 ആണ്, ഇപ്പോഴത്തെ ടൈം t ആണ്. അപ്പൊ രണ്ട് ഭാഗത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രേഷൻ n0 to n ഡി എൻ ബൈ എൻ ഈക്വൽ ടു മൈനസ് ഓൾറെഡി അവിടെ ഉണ്ട് ഇന്റഗ്രേഷൻ ഓഫ് 0 to t ലാംഡ ഡി ടി. ഇന്റഗ്രേഷൻ ഓഫ് 1/n dn അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് ഡി എൻ ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ലോഗ് എക്സിന്റെ ഡിഫറൻഷിയേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/x അല്ലെ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 1/xന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ലോഗ് എക്സ് കിട്ടും. അപ്പൊ ഇവിടെ 1/n dn അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? ലോഗ് n എന്നാണ് കിട്ടുക. സോ ln n ലോഗർ നാച്ചുറൽ ലോഗർ ഇതാണ്. സോ നമ്മൾ അതിന് ലിമിറ്റ് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കും, എങ്ങനെ ലിമിറ്റ് കൊടുക്കുക എന്നൊക്കെ ഉള്ള നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതുമാണ്. സോ 1/n dn നെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ലോഗ് n എന്ന് കിട്ടും. ലോഗ് n അതിന്റെ ലിമിറ്റ് n0 n ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് n ആണ്, അപ്പൊ നമ്മൾ ആദ്യം n കൊടുക്കുക, ലോഗ് n മൈനസ് പിന്നെ ലോഗ് n n0 കൊടുക്കുക, ലോഗ് n0 ഈക്വൽ ടു മൈനസ് ലാംഡ ഓൾറെഡി അവിടെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇന്റഗ്രേഷൻ ഓഫ് ഡി ടി, ഇന്റഗ്രേഷൻ ഓഫ് ഡി ടി ചെയ്താൽ ടി എന്നാണ് കിട്ടുക. ആ ടിക്ക് ലിമിറ്റ് കൊടുക്കുക, ടിക്ക് അപ്പർ ലിമിറ്റ് ടി തന്നെ കൊടുക്കണം, ലോവർ ലിമിറ്റ് ടിക്ക് 0 എന്ന് കൊടുക്കണം. അപ്പൊ ടി മൈനസ് 0 എന്ന് വരും, ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ ടി തന്നെ. സോ മൈനസ് ലാംഡ ടി എന്ന് കിട്ടും. ഇന്റഗ്രേഷൻ ഇത് ചെയ്യുമ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ എന്നൊക്കെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക, ഞാൻ ആ ഭാഗം ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ റിസൾട്ട് ഉപയോഗിക്കണം, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്, അത് ഉപയോഗിച്ചു. സോ ലോഗ് n മൈനസ് ലോഗ് n0 ചെയ്താൽ ലോഗ് n ബൈ n0 എന്ന് കിട്ടും, ഈക്വൽ ടു മൈനസ് ലാംഡ ടി. നമ്മൾ ലോഗരിതം ഒഴിവാക്കാൻ വേണ്ടി എക്സ്പോണൻഷ്യൽ എടുക്കുക രണ്ട് ഭാഗത്തും. അപ്പൊ ഇ റൈസ് ടു ലോഗ് ചെയ്താൽ 1 ആയി പോകും, ആ രണ്ടും ഇല്ലാതായി പോകും. സോ ഈ രണ്ട് ഭാഗത്തും എക്സ്പോണൻഷ്യൽ എടുത്തു. സോ ഇ റൈസ് ടു ലോഗ് n ബൈ n0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ ഡി ടി എന്ന് വരും. ഇ റൈസ് ടു ലോഗ് രണ്ടും കൂടെ ഇല്ലാതെയായി. സോ n ബൈ n0 ഈക്വൽ ടു മൈനസ് ഇ റൈസ് ടു മൈനസ് ലാംഡ ടി. അപ്പൊ ഇന്ന് n ഈക്വൽ ടു ഇതുമ്പോൾ n0 മൾട്ടിപ്ലൈ ചെയ്യുക, n ഈക്വൽ ടു n0 ഇ റൈസ് ടു മൈനസ് ലാംഡ ടി.
This is the mathematical form of decay law or exponential form of decay law. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോം. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്, എക്സ്പോണൻഷ്യൽ ഫോം അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോം ഡിറൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഇതിന്റെ കുറച്ചും കൂടി ഇതിന്റെ ബാക്കി പറയാനുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചും കൂടി ലെങ്തി ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഡെറിവേഷൻ കഴിയുമ്പോൾ നിർത്തുകയാണ്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡെറിവേഷൻ എന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഈ ഡെറിവേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ കോമൺ ആയിട്ട് ഒന്നും കൂടി ഇത് പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള 1-2 സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് കണ്ട് അതിന്റെ ഫോട്ടോ അയച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഈ ഡെറിവേഷൻ ഓർത്ത് വെക്കണം, n = n0 e raised to minus lambda t. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്താ ജസ്റ്റ് പറഞ്ഞു, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് റേസ് പറഞ്ഞ പ്രോപ്പർട്ടീസ് അത് പ്രധാനപ്പെട്ടാണ്. പിന്നെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ് പറഞ്ഞത്. ആദ്യത്തെ 2-3 ലോസ് ഒക്കെ പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ലോ നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമും നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. താങ്ക് യു.